ഇന്നലെ കേരളത്തിലെ വളരെ പ്രശസ്തനായ ഒരു ഡോക്ടറുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. അതിൽ ഡോക്ടർ ഡയബറ്റിക് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ആ പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഡോക്ടർ പറയുന്നു, പേഷ്യൻറ്റിൻ്റെ സഹകരണമാണ്, ഡോക്ടറായിട്ടുള്ള സഹകരണമാണ് ഡയബറ്റിക് കൺട്രോൾ ചെയ്യുന്നതിന് ഏറ്റവും സഹായമാകുന്നതാണ്. ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക, കൃത്യമായി മരുന്ന് കഴിക്കുക, കൃത്യമായി ഭക്ഷണം കഴിക്കുക, ഭക്ഷണം കുറച്ച് കഴിക്കുക, കൂടുതൽ തവണകളായി കുറച്ച് കഴിക്കുക. പിന്നെ കുറേ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ പറയുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ്സിൻ്റെ കൺസപ്ഷൻ കുറയ്ക്കുക, ബേക്കറി പലഹാരങ്ങൾ, അതായത് ഫ്രൈഡ് ഐറ്റംസ്, വറുത്തതും പൊരിച്ചതും, ഷുഗർ കണ്ടൻറ്റ് കൂടുതലുള്ള ജിലേബി, അതുപോലത്തെ ബിസ്ക്കറ്റ്സ്, ലഡു, ഇതൊന്നും കഴിക്കാതിരിക്കുക. അല്ലെങ്കിൽ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു നുള്ളു പൊട്ടിച്ച് കഴിക്കുക. പിന്നെ ഒരു വെയിങ് മെഷീൻ വാങ്ങുക. വെയിങ് മെഷീൻ എന്ന് പറഞ്ഞാൽ വെയിറ്റ് നോക്കുന്നൊരു സംഭവമാണ്. നമ്മൾ ഡോക്ടറിൻ്റെ റൂമിലുണ്ടാവുന്ന വെയിങ് മെഷീൻ വാങ്ങുക, നോട്ട്ബുക്ക് വാങ്ങുക, എല്ലാ ദിവസവും വെയിറ്റ് ചെക്ക് ചെയ്യുക, അത് നോട്ട്ബുക്കിൽ കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കുക. ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ അത് കാണിക്കുക. മരുന്നുകളുടെ അളവ് മരുന്ന് കൃത്യമായി കഴിക്കുക. ഇതൊക്കെയാണ് ഡോക്ടർ പറയുന്നത്. ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ മറ്റസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്ന് കൂടി പറയുന്നുണ്ട്. അതിൽ ഡോക്ടർ വേറൊരു കാര്യം പറയുന്നത്, കൃത്യമായി ബ്ലഡ് പരിശോധിക്കുക. ക്രിയാറ്റിൻ 6 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക. കുറേ അസുഖങ്ങൾ ഇത് സംബന്ധിച്ച് വരാവുന്ന കുറേ അസുഖങ്ങളെക്കുറിച്ച് ഡോക്ടർ പറയുന്നുണ്ട്. അതിലൊന്നാണ് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാം, കിഡ്നിയിൽ അസുഖങ്ങൾ വരാം. ഇതൊക്കെ പുള്ളി കുറേയും കൂടി വിശദമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് പേടിയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൽ പോസ്റ്റ് ചെയ്തിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ വേറൊരു കാര്യം കൂടി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ 45 മിനിറ്റ് ഒരു ദിവസം വ്യായാമം ചെയ്യുക. നടക്കാൻ പോവുകയാണെങ്കിൽ അത് വേർക്കുക നല്ലോണം, അല്ലെങ്കിൽ ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യുക എന്നാണ്. ഇത് വരുന്നതിന് മുമ്പ് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വരാനുള്ള സാധ്യത വളരെ 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 കുറവാണെന്ന് കൂടി ഡോക്ടർ അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കൃത്യമായി വ്യായാമം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ജീവിതശൈലി തന്നെ വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് വയറുണ്ടെങ്കിൽ ചെറുതായിട്ട് വയർ ഉണ്ടെങ്കിൽ അത് കുറയും, കൂടുതൽ വയറുണ്ടെങ്കിൽ അത് കുറയ്ക്കാനും ചെറുതായിട്ട് കുറയാനും സാധിക്കും. ഇതൊക്കെയാണ് ഡോക്ടർ ആ പോസ്റ്റിൽ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ ഡോക്ടർ മരുന്ന് കഴിക്കുന്നതിനേക്കാട്ടും കൂടുതൽ വ്യായാമം ചെയ്യുന്നതിനാണ് മുൻഗണന എന്നാണ് ആ പോസ്റ്റിൽ എഴുതി അവസാനിപ്പിക്കുന്നത്. വരാതിരിക്കാൻ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡയബറ്റിക്. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയബറ്റിക് മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, ജീവിതത്തിൻ്റെ ശൈലി തന്നെ മാറിപ്പോകും. മറ്റുള്ള ആഹാരങ്ങൾ കഴിക്കാൻ പറ്റാതിരിക്കും. മറ്റുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനൊക്കെ ഒരു മുൻകരുതൽ, അല്ലെങ്കിൽ അതൊക്കെ ഒഴിവാക്കി കൊണ്ടുപോകാനോ അല്ലെങ്കിൽ നീട്ടിക്കൊണ്ടുപോകാനോ വേണ്ടി റെഗുലറായിട്ട് ഒരു 45 മിനിറ്റ് നിങ്ങൾ ചെറുതായിട്ട് ശരീരം വിയർക്കുന്ന രീതിയിൽ നിങ്ങൾ കൊണ്ട് കഴിയുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ ചെറിയ ചെറിയ വർക്കൗട്ടുകൾ ചെയ്യുക. ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഡോക്ടർക്ക് വേണ്ടിയിട്ടോ ഈ പോസ്റ്റിൽ പറയുന്ന എനിക്ക് വേണ്ടിയിട്ടോ അല്ല ചെയ്യേണ്ടത്. നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ, ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്താൻ, ജീവിത രീതി മെച്ചപ്പെടുത്താൻ, കുടുംബത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ, നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ പാർട്ട്ണറും നിങ്ങളുടെ കുട്ടികളും നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ടോ അവരോടൊക്കെ ചെറിയ രീതിയിലുള്ള വർക്കൗട്ടുകൾ ചെയ്യാൻ പറയണം. ഓക്കെ, see you, bye for now.
Follow for more. Thank you.